ഓം ശാന്തി. ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ചിന്തിച്ചുകൊണ്ട് വഴി കാണാതാകുന്ന അവസ്ഥയിൽ തിരിച്ചറിയാൻ പറ്റാതെ മനുഷ്യന്മാർ പതറിപ്പോവാറുണ്ട്. അങ്ങനെ ഒരു മനുഷ്യൻ്റെ കഥ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് പഠിക്കുന്ന സമയത്ത് നല്ല സമർത്ഥനായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയൊക്കെ ആയിരുന്നു. പക്ഷേ ജീവിതത്തിലേക്ക് കാല് വെക്കേണ്ട ഒരു സമയം വന്നപ്പോൾ, പഠിച്ച പാഠങ്ങളെ പ്രാവർത്തികമാക്കേണ്ടതായിട്ടുള്ള ഒരു സമയം വന്നപ്പോൾ അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ആദ്യം അവൻ വിചാരിച്ചു ഒരു ഷോപ്പിടാം, ആ ഷോപ്പിട്ടാൽ എനിക്ക് എൻ്റെ കുടുംബത്തെ പോറ്റാനുള്ളതായിരിക്കുന്ന വരുമാനം കിട്ടുമെന്ന് വിചാരിച്ചു. പിന്നെ അവൻ ആലോചിച്ച് നോക്കി, ആ ഷോപ്പിൽ ആൾക്കാർ വന്നില്ല എന്നുണ്ടെങ്കിലോ, സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചത് നശിക്കുകയും ചെയ്യും, ഇപ്പോൾ ഉള്ള കയ്യിലെ പൈസ പോവുകയും ചെയ്യും. അതുകൊണ്ട് ഷോപ്പിടുക എന്നുള്ളതൊരു റിസ്ക് ഉള്ള ജോലിയാണ്. എന്നാൽ അത് വേണ്ട, ഏതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കാൻ. അങ്ങനെ അവൻ ജോലിക്ക് വേണ്ടി പഠിക്കാൻ തുടങ്ങി. അതിനെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ആ ജോലി നേടിയ ആളുകൾ എത്രമാത്രം എക്സ്പേർട്സ് ആണ്. ഇത്രയും അധികം ആൾ ഒരൊറ്റ പദവിക്ക് വേണ്ടി, ഒരു പൊസിഷന് വേണ്ടി മത്സരിക്കുമ്പോൾ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ഒരു പദവിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന സമയത്ത് അതിലെനിക്ക് ജോലി കിട്ടാനുള്ള വല്ല സാധ്യതയുണ്ടോ? അതുകൊണ്ട് അതും ശരിയാവില്ല. എന്ത് ചെയ്യാൻ നോക്കുമ്പോഴും അവൻ ഒന്നിനെ കൊണ്ടും പറ്റുന്നില്ല. അവസാനം അവൻ വിചാരിക്കുകയാണ്, തിരിച്ച് എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് ആ ഗുരുവിൽ നിന്ന് തന്നെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു ഗൈഡൻസ് നേടണം എന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഗുരുവിൻ്റെ അടുത്ത് ചെന്നു, ഗുരുവിനോട് സംസാരിച്ചു. അവൻ്റെ മാനസികാവസ്ഥയൊക്കെ അവൻ ഗുരുവിൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞു. അപ്പോൾ ഗുരു പറയും, എന്താണ് നിൻ്റെ മുന്നോട്ട് പോകണം എന്ന് നിനക്ക് ചെയ്യാൻ പറ്റും എന്ന് നീ വിചാരിക്കുന്ന കാര്യം എന്താണെന്ന് പറയുക. എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും തോന്നുന്നു, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നും തോന്നുന്നു. ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥ, ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയും. അപ്പോൾ ഗുരു പറയൊരു കാര്യം ചെയ്യേ, നീ അടുത്ത ആ ഗുരുവിൻ്റെ ആശ്രമമുള്ളതൊരു മലയുടെ മുകളിലാണ്. ആ മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങേ മലയുടെ മുകളിലായിട്ട് ഒരു ശിവൻ്റെ ക്ഷേത്രമുണ്ട്. നീ അവിടെ പോയിട്ട് തൊഴുതിട്ട് വാ, അപ്പോഴേക്കും നിനക്ക് എന്തെങ്കിലും ഒരു വഴി ഭഗവാൻ കാണിച്ചു തരാതിരിക്കില്ല എന്ന് പറയും. അങ്ങനെ ശിഷ്യൻ കിടന്നുറങ്ങി. അന്ന് ആശ്രമത്തിൽ രാത്രി 12 മണിയായപ്പോൾ അവൻ വിചാരിക്കുകയാണ്, നാളെ നേരം വെളുത്തിട്ട് ആ അമ്പലത്തിൽ പോകുമ്പോഴത്തേക്ക് എത്ര സമയം അവിടെ എത്താനായിട്ട്, ഈ മല മുഴുവൻ ഇറങ്ങി ആ മല കയറി അങ്ങ് എത്തണ്ടേ. എന്നാൽ പിന്നെ എനിക്ക് എന്തായാലും ഉറക്കം വരുന്നില്ല, ഒരു റാന്തലും കൊണ്ട് ഞാൻ ഇപ്പോഴേ തന്നെ യാത്ര തുടങ്ങുകയാണെങ്കിൽ നേരം പുലരുമ്പോഴത്തേക്ക് അവിടെ എത്തിച്ചേരും, തൊഴുതിട്ട് വളരെ വേഗം ഗുരുവിൻ്റെ അടുത്ത് എത്താം, എനിക്ക് സൊല്യൂഷൻ കിട്ടുമല്ലോ എന്നുള്ള സമാധാനം. അങ്ങനെ അവൻ്റെ മനസ്സ് തുടിച്ചുകൊണ്ടിരുന്നു. ഒരു റാന്തുലെടുത്ത് ആശ്രമത്തിൽ നിന്ന് അവൻ പുറത്തേക്കുള്ള യാത്ര തുടങ്ങി. കുറച്ചു ദൂരം ആശ്രമത്തിൻ്റെ വിളക്കുകളെല്ലാം കഴിഞ്ഞ് കുറച്ചു വഴി മുന്നോട്ട് പോയപ്പോൾ ഇരുട്ടാണ്. അവൻ നോക്കുമ്പോൾ ഈ റാന്തലിൻ്റെ വെളിച്ചം കുറച്ച് ദൂരത്തേക്ക് മാത്രം, അതായത് അധികം ദൂരത്തേക്കില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാം, റാന്തലിൻ്റെ വെളിച്ചം ഒരു 10-15 അടി ദൂരത്തേക്ക് മാത്രമേ ഉള്ളൂ വെളിച്ചം. അത് കഴിഞ്ഞാൽ പിന്നെ കൂരിരുട്ടാണ്. ഈ റാന്തലിൻ്റെ വെളിച്ചവും കൊണ്ട് ഇത്രയും ദൂരത്തേക്ക് ഒരു 15 അടി പോലും എനിക്ക് കാണുന്നില്ല മുന്നോട്ട്. എങ്ങനെയാ ഇത്രയും കിലോമീറ്റർ താണ്ടുക? പുറപ്പെട്ടത് അബദ്ധമായി, ഇനി തിരിച്ചു ചെന്ന് കയറുന്നതും മോശം. എന്നാൽ ഇവിടെ തന്നെ അങ്ങ് ഇരുന്നിട്ട് നേരം പുലരട്ടെ, നേരം പുലരുന്നത് കാത്തിരിക്കുന്നതാണ് ശരി എന്നാ ശിഷ്യൻ്റെ മനസ്സിൽ തോന്നി. അങ്ങനെ ആ ശിഷ്യൻ അവിടെ ആ റാന്തൽ വെച്ചു, അതിൻ്റെ അടുത്ത് ഇരിപ്പുറപ്പിച്ചു. അപ്പോൾ അവൻ കാണുകയാണ്, ഒരു വൃദ്ധനായ ഒരാള് കയ്യിൽ വെറും ഒരു മൺചിരാതും കൊണ്ട് ആ വഴിയിൽ നിന്ന് ദൂരം നടന്നു വരുന്നുണ്ട്. അവൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവൻ ചോദിച്ചു, എവിടേക്കാണ് ഈ ഒരു മൺചിരാതിൻ്റെ വെട്ടവും കൊണ്ട് യാത്ര എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങ് കാണുന്ന മലയിലെ അമ്പലം ഉണ്ടല്ലോ, ഇപ്പോഴേ നടക്കുകയാണെങ്കിൽ നേരം പുലരുമ്പോഴത്തേക്ക് അമ്പലത്തിലെത്താം, അതുകൊണ്ട് കഴിയാവുന്നത്ര ദൂരം ആ പുലർക്കാല വെട്ടം വരും മുന്നേ എത്തണമെന്ന് ആഗ്രഹിച്ച് ഞാൻ പോവാന്ന് പറയും. നിങ്ങൾ എന്തൊരു മണ്ടനാണ്, ഈ ഒരു ചെരാതിൻ്റെ വിളക്ക് കൊണ്ട് എത്ര ദൂരത്തേക്ക് പോകാൻ സാധിക്കും? അത് വിളക്ക് അണഞ്ഞു പോയാൽ എന്തു ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? മാത്രമല്ല ഈ മൺചിരാതിൻ്റെ വെട്ടം കൊണ്ട് 2 സ്റ്റെപ്പിൻ്റെ ദൂരം പോലും നിങ്ങൾക്ക് കാണില്ല. പിന്നെ ഈ പാതിരയ്ക്ക് പോകാൻ പോവുകയാണോ? ഇവിടെ ഇരുന്ന് നേരം പുലർന്നതല്ലേ നല്ലതെന്ന് ചോദിക്കും. അപ്പോൾ ഈ വൃദ്ധൻ ഒന്നും കേൾക്കാത്ത പോലെ മുന്നോട്ട് പോവുകയാണ്. തിരിഞ്ഞു നിന്നിട്ട് ആ വൃദ്ധൻ പറയും, അല്ല മോനെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു സ്റ്റെപ്പ് അല്ലാതെ 2 സ്റ്റെപ്പ് ഒന്നിച്ചു വെച്ച് നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, അതെന്തായാലും പറ്റില്ല, ഓരോരോ സ്റ്റെപ്പായിട്ടേ മുന്നോട്ട് പോകാൻ പറ്റൂ. തീർച്ചയായിട്ടും നിന്റെ റാന്തലിൻ്റെ വെട്ടം ഈ മൺചിരാതിൻ്റെ വെട്ടത്തിനേക്കാൾ കുറച്ച് കൂടുതലുണ്ടായിരിക്കുമല്ലോ, അപ്പോൾ 2 അല്ല 10 അടി അകലേക്ക് നിനക്ക് കാണാം. പിന്നെ ആ വൃദ്ധം കൂട്ടിച്ചേർക്കുക, ഞാൻ കണ്ട ഒരു അത്ഭുതം എന്താണെന്ന് അറിയോ, ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും വെളിച്ചം എൻ്റെ കൂടെ മുന്നോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യം ഇതാണ്, ഓരോ സ്റ്റെപ്പ് വെക്കും തോറും ആ വെളിച്ചം എൻ്റെ കൂടെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതം അങ്ങനെ തന്നെയല്ലേ?
മുന്നോട്ടുള്ള പാതയിൽ എനിക്ക് എന്ത് ചെയ്യണം, എവിടെ പോകണം എന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞ് പകച്ചു നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വാസമുള്ള ആ ഒരു വഴിയിലൂടെ ഒരു കാല് വെക്കുമ്പോൾ അനുഭവത്തിൻ്റെ വെളിച്ചം നിങ്ങളുടെ കൂടെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങളും മുന്നോട്ടായിരിക്കും, വെളിച്ചവും മുന്നോട്ടായിരിക്കും. ഒരു ദിവസം നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരു സ്റ്റെപ്പ് വെച്ച് വേണം നമ്മൾ എപ്പോഴും മുന്നോട്ടുള്ള ഹൈറ്റ്സിൽ എത്തിച്ചേരാൻ. അതുകൊണ്ട് പേടിച്ച് എല്ലാം ശരിയാവട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നത് അവസാനം ഒരു സ്റ്റെപ്പും വെക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറ്റുകയുള്ളൂ. അതുകൊണ്ട് മനസ്സിലെ സംശയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഇനി എനിക്കൊരു വഴിയും കാണുന്നില്ല എന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു കാര്യവുമായിട്ട് ഒരു സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങുക. തീർച്ചയായിട്ടും നിങ്ങളുടെ വെളിച്ചം ഒപ്പത്തിനൊപ്പം വരും, വഴി കാണിക്കും, തെളിയും, നമ്മൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. നിങ്ങൾക്കങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലെത്താനും സന്തോഷത്തോടു കൂടി എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഒരു നല്ല ജീവിതം നേടിയെടുക്കാനും സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.